إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-മുഅ്മിനൂൻ 35-36 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട പ്രമുഖർ അവർ പൊതുജനങ്ങളെ വഴിവഴിവിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വിശ്വാസപരമായ കഠിനമായ പിഴവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, ഒരുപാട് തലമുറകളായി മാറി മാറി വന്നപ്പോൾ അവർക്ക് പരലോക വിശ്വാസം പാടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരായത്താണ് ഇത്. നോക്കൂ, ഇതുക്കും നിങ്ങളോട് അവർ താക്കീത് നൽകുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഹൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകൻ അത് നിങ്ങളോട് അദ്ദേഹം താക്കീത് നൽകുകയാണ്. അന്നക്കും നിങ്ങളെന്ന് ഇതാമെത്തും നിങ്ങൾ മരണപ്പെട്ടിട്ട് വകുന്തും തുറാബൻ വൈദാമൻ നിങ്ങൾ മണ്ണും അതുപോലെ എല്ലുകളുമായി എല്ലുകളുമായിട്ടോ അന്നക്കും മുഖ്റജൂൻ നിങ്ങൾ പുറപ്പെടുവിക്കപ്പെടുമെന്നാണ് പറയുന്നത്. വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്നാണോ പറയുന്നത്? ലോകത്തിൽ അവർക്ക് തീരെ വിശ്വാസമില്ല, പാഠവിശ്വാസമില്ല. കാരണം ഒരുപാട് തലമുറകൾ മാറി മാറി വന്നപ്പോൾ, മാറി മറിഞ്ഞു വന്നപ്പോൾ അവർക്ക് ലോക വിശ്വാസം പാടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ദുനിയാവിലെ ജീവിതം മാത്രമാണ് യഥാർത്ഥ ജീവിതം എന്ന് പഠിച്ചു വശായിരിക്കുകയാണ്, ധരിച്ചു വശായിരിക്കുകയാണ്. അതിൽ നിന്നുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾ മരണപ്പെട്ട് അതുപോലെ ഞങ്ങൾ മരണപ്പെടുകയും എല്ലുകളും അതുപോലെ മണ്ണുമായി നിരുമ്പിപ്പോയതിനു ശേഷവും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ് നിങ്ങളോട് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. ഹൈഹാത്ത ഹൈഹാത്ത വിദൂരം വിദൂരം, ഹൈഹാത്ത ഹൈഹാത്ത വിദൂരം വിദൂരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണത്, ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങളോട് താക്കീത് നൽകപ്പെടുന്ന ആ കാര്യം വിദൂരമാണ്, വിദൂരമാണ് എന്നാണ് അവരുടെ ആ ഒരു വാചകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. കഠിനമായ കുഫറിന്റെ വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഇന്നും ഈ ഭൂമുഖത്ത് അവർക്ക് ഭക്ഷണം നൽകുന്ന, അവർക്ക് ശ്വസിക്കാനാവശ്യമായ വായു നൽകുന്ന, എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ആ ഒരു സൃഷ്ടാവിനെയാണ് അവർ നിഷേധിക്കുന്നത്. ആ സൃഷ്ടാവ് ഒന്നുമില്ലായ്മയിൽ നിന്നും അവരെ സൃഷ്ടിച്ചവനെ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണോ അവർ പറയുന്നത്? നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമായ ഒരു വാക്കാണ് അവർ പറയുന്നത്. ഹൈഹാത്ത ഹൈഹാത്ത ബിമാതു അദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വിദൂരം വിദൂരം എന്നാണ് അവർ പറഞ്ഞത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.